കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിവിധ തരത്തിലുള്ള മഷിപ്പൂക്കളാണ് വരച്ചത്. അത് സ്ക്വയർ ടൈപ്പ്, സർക്കിൾ ടൈപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ടൈപ്പ് ഒക്കെ നമ്മൾ വരച്ചു. ഇന്ന് നമ്മൾ പുഷ്പമാലകൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർട്ട് വിത്ത് മനോജ് മുത്തശ്ശേരിയിലേക്ക് സ്വാഗതം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് ഇനിയും ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. വേറൊരു സന്തോഷ വർത്തമാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ 3000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കഴിഞ്ഞു. വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ. ആർട്ട്, പ്രത്യേകിച്ച് ചുവർ ചിത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം തന്നെ നമുക്ക് 3000 എത്താൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഷ്പമാലകൾ ചെയ്യുന്നത്? പലതരത്തിൽ നമുക്ക് ചെയ്യാം. ഒരു തരത്തിലൊരു പുഷ്പമാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ പുഷ്പമാലകൾ വരുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രധാനപ്പെട്ട ഫിഗറുകളുടെ മുകൾ വശത്തായിട്ട് നമുക്കിങ്ങനെ പലതരം മാലകൾ കാണാൻ സാധിക്കും. പുഷ്പമാല, മൃഗമാല, പക്ഷിമാല, ഭൂതമാല, ഇങ്ങനെയുള്ള മാലകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും വരയ്ക്കുമ്പോൾ പലരും ബോർഡറായിട്ടൊക്കെ പുഷ്പമാലകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള മഷിപ്പൂക്കൾ കഴിഞ്ഞ് നമ്മൾ നോക്കി നമുക്ക് പുഷ്പമാല എങ്ങനെയാണ് വരയ്ക്കണേ എന്നുള്ളത് നമുക്കിന്നൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിന്ന് ഒരു പുഷ്പമാലയാണ് വരയ്ക്കാൻ പോയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് പുഷ്പമാലയിൽ നമ്മൾ മഷിപ്പൂക്കൾ വെച്ചിട്ടാണ് പുഷ്പമാല വരയ്ക്കുന്നത്. അപ്പോൾ ഒരു 3 മഷിപ്പൂവ്, അതിനിടയ്ക്ക് ഒരു പില്ലർ പോലെ വരച്ചിട്ട് അതിൽ കുറച്ച് ബീഡ്സും കൂടി വരുന്നൊരു ഡിസൈൻ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാൻ പോകണം. നമ്മളതിന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് ചുമ്മാ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. അതായത് കറക്റ്റ് 2 ലൈൻസ് വരച്ചിട്ട് ആ 2 ലൈനിൽ കൊള്ളുന്ന രീതിയിൽ ഞാൻ ഫ്രീ ഹാൻഡിലാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം. 3 വൃത്തങ്ങൾ വരച്ചു. അതുകൂടാണ്ട് നമ്മളിങ്ങനെ ആ ഒരു പില്ലർ ആക്കാനുള്ള 3 പീസസ് നമ്മളിങ്ങനെ വരച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സെക്കൻഡ് വേർഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ നമ്മൾ വരച്ചു വെച്ചു. ഇതിപ്പോൾ സാധാരണ നമ്മളൊരു ചെറിയ പുഷ്പമാല വരയ്ക്കുന്ന രീതിയിലെ പുഷ്പമാലയും അതിൻ്റെ പില്ലേഴ്സ് ഞാൻ മുകളിൽ വരച്ചതാണ്. നിങ്ങൾക്ക് ജോമെട്രിക്കലി എന്ത് യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി രണ്ടാമത് ഞാൻ അതിൻ്റെ 2 സൈഡിലും ഒരു ഈ വര കൂടാതെ 1, 2, 3 വരകൾ കൂടി വരച്ച് ചേർത്തപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഏതാണ്ട് 2 ബോർഡർ, അതിൻ്റെ സെൻറ്ററിലൊരു സ്പേസ്, ഇവിടെ 2 ബോർഡർ, അതിൻ്റെ സെൻറ്ററിലൊരു സ്പേസ്. ഇവിടെ നമുക്ക് ബീഡ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ വരച്ച് ഈ പില്ലർ ഞാൻ കറക്റ്റ് സെൻറ്ററിൽ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി അവിടെ എങ്ങനെ വരയ്ക്കണമെന്ന് കാണിച്ചു തരാം. ബീഡ്സ് വരയ്ക്കണ കാണിച്ചു തരാം. അതാ ഇതിങ്ങനെയാണ് ബീഡ്സ് നമ്മൾ വരച്ച് പോകുന്നത്. 1, 2, 3, 4 ആവുന്നതും ഒരേ സൈസിലൊക്കെ വരയ്ക്കുക. 4, 5, 6 ബീഡ്സാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. 1, 2, 3, 4, 5, 6 ബീഡ്സായി. 1, 2, 3, 4, 5, 6 ബീഡ്സ്. ഇത് നമ്മൾ റഫായിട്ട് ഇപ്പോൾ പേപ്പറിൽ വരയ്ക്കുന്ന പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി എനിക്ക് കളർ ചെയ്യാനുള്ളതാണ്. ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച് പോവാണ്. നല്ല എക്സ്പെർട്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് വരച്ച് പോവാം. ഇത് വരച്ചു. പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന മുകളിൽ കൂടി ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ആദ്യമായിട്ട് ഇതായി വൃത്തം, നമ്മൾ വരച്ചിരിക്കുന്ന വൃത്തം തന്നെയാണ് ആദ്യം നമുക്ക് ബ്ലാക്ക് ആക്കാനുള്ളത്. നമ്മൾ മഷിപ്പൂവിന് ചെയ്ത അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ആ വൃത്തത്തിൻ്റെ മുകളിൽ കൂടി ആദ്യം ബ്ലാക്ക് ഇട്ടു. കണ്ടാലറിയാം. ഇതാ 3 ആദ്യം നമ്മൾ ബ്ലാക്ക് ചെയ്യാം. നമുക്ക് 3 ആ റൗണ്ട്സ്, സർക്കിൾസ്, 3 സർക്കിൾസ് നമ്മൾ ബ്ലാക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ബ്ലാക്ക് ചെയ്യാം. ഇനി സെൻറ്റർ പോർഷൻ ഞാനത് ഫുള്ളായിട്ട് ടിൻറ്റ് ചെയ്യണം. ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഞാൻ കളർ ചെയ്ത് കളയാണ്. ഇതിന് നമ്മൾ കറുത്ത കളർ, ബ്ലാക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഈ പുഷ്പമാല വരയ്ക്കാനായിട്ട്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ വരച്ചതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ബോർഡർ പോലെ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ. ഇത് പലരും വരയ്ക്കുമ്പോൾ CD മാർക്കർ വെച്ച് വരയ്ക്കാറുണ്ടാവുന്നത്. നിങ്ങൾ ബ്രഷിൽ തന്നെ വരച്ച് പഠിക്കുക. അത് കുറേ കഴിയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിലേക്ക് ആവും. കൈ വഴങ്ങി 3 വൃത്തങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഞാനത് നമുക്ക് ചെയ്യാനുള്ള പെറ്റൽസ് എടുക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7. ഇപ്പോൾ നമ്മളിതാ ഇത് പെറ്റൽസ് കട്ട് ചെയ്ത് ഇനി നമ്മൾ കഴിഞ്ഞ മഷിപ്പൂ വരച്ചപ്പോൾ ചെയ്ത പോലെ തന്നെ സൈഡ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കണം.
ഇപ്പം നമ്മൾ ഈ ചെയ്ത പോലെ നമ്മൾ എല്ലാം കട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഉരുട്ടി പെറ്റൽസിൻ്റെ രൂപത്തിലേക്ക് എടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ പെറ്റൽസിൻ്റെ എല്ലാ സൈഡ്സും നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല അതുണ്ടോ നമ്മൾ ആ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ അകം മുഴുവൻ നമുക്ക് ടിൻറ്റ് ചെയ്ത് കളയാം, ബ്ലാക്ക് ആക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം യൂസ് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. ഏത് രീതിയിൽ വേണം ഡിസൈൻസ് എന്നൊക്കെ ഉള്ളത് നമുക്കത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്ക്വയറാക്കി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഞാനിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഔട്ടർ കൂടി നമ്മൾ കളർ ചെയ്തു, അതായത് ടിൻറ്റ് ചെയ്ത് കളഞ്ഞു ബ്ലാക്ക് വെച്ചിട്ട് തന്നെ. നമുക്കിതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ ചെയ്തോളണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, ടിൻറ്റ് ചെയ്ത് കളഞ്ഞു ബ്ലാക്ക് സൈഡ് ഫുള്ള്. ഇതായപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടിൻറ്റ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെ ക്ലിയർ ആക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ക്ലിയർ ആക്കാം കേട്ടോ. പിന്നെ ഷേപ്പൊക്കെ ക്ലിയർ ആക്കാനുള്ള എല്ലാം ചെയ്ത് പോവാം. അപ്പം നമ്മൾ മഷിപ്പൂവിൻ്റെ ആ ഒരു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങണം. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈൻസ് വരയ്ക്കാനുണ്ട്, ചെറിയ ലൈൻസ് വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ബ്രഷ് എടുക്കാം. ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മളിതാ ആ മഷിപ്പൂവും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ടിൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഇതിലെ ബീഡ്സ് നമുക്കൊന്ന് വരയ്ക്കാം, ഔട്ടർ ലൈൻസ്. അതിനിടയിലുള്ള ബീഡ്സ് വരച്ചു. ഇനി ബീഡ്സിൽ നമുക്ക് ലൈറ്റായിട്ടൊരു ഡിസൈൻ പോലെ ഇങ്ങനെ ആ ഒരു ഷെയ്ഡിങ് ഒന്ന് കാണിക്കാം. നമ്മളത് ആ ബീഡ്സിൽ ഇങ്ങനെ ചെറിയ ഷെയ്ഡ്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പുഷ്പമാലയും അതിൻ്റെ ബീഡ്സും നമ്മൾ വരച്ച് കഴിഞ്ഞു സൈഡിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ബോർഡർ പോലെ ഒരു ഡിസൈനും കൂടി നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് സ്കെയിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. വരച്ചത് ഒന്ന് ഉണങ്ങണം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഉണക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ലൈൻസ് വരയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്കെയിൽ മറിച്ച് വയ്ക്കുക. സ്കെയിൽ മറിച്ച് വെച്ചിട്ട് നമ്മൾ ഈ തമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ വെയിറ്റ്, ഫിംഗറിൻ്റെ ഒരു പൊസിഷൻ. എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക ലെങ്ത് വൈസ്. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് ഉണങ്ങണം നമുക്ക് അടുത്തത് വരയ്ക്കണമെങ്കിൽ. എന്നുവെച്ചാൽ കൈ നമ്മുടെ അവിടെ മുട്ടും, അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് വരയ്ക്കാം. ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ സ്കെയിൽ കൃത്യമായിട്ട് വയ്ക്കുക, കളർ ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളിതാ ഈ വിരലിങ്ങനെ നമ്മൾ ഇതിനോട് സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ആ വിരൽ നമ്മൾ നീക്കിയാൽ മതി, ബ്രഷ് മുട്ടിച്ച് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് സ്കെയിൽ എടുക്കുമ്പോഴും സ്കെയിലിൽ നിന്ന് ഇങ്ങനെ പടരില്ല അത്. ഇനി നമുക്ക് ഒരു ലൈൻ കൂടി വരയ്ക്കണം. അത് ഈ സൈഡ് ഉണങ്ങട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. ഈ സൈഡിൽ നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ബ്രഷ് ലോഡ് ചെയ്യുക. കൈ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് നിർത്തരുത്, സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ പോരുക. ഇതാ കണ്ടോ. ഇനി ഇപ്പുറം നമുക്കൊരു ലൈൻ ഇതുപോലെ വരയ്ക്കാം. നിർത്താതെ കൈ ലോഡ് ചെയ്യുക, ബ്രഷ് ലോഡ് ചെയ്തിട്ട് കൈ അവിടെ വെച്ചിട്ട് ഇതാ വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്കിതൊരു ബീഡ്സ് പോലെ ആക്കാം. രണ്ട് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ബീഡ് വരയ്ക്കും. അങ്ങനെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ വരയ്ക്കാൻ പോണത് കട്ട് ചെയ്ത് തന്നെ വരയ്ക്കാൻ പോണത്. 2 3 നമ്മളിത് ഇങ്ങനെ രണ്ട് സൈഡിലും ബീഡ്സ് വരയ്ക്കുകയാണ്. ഇതും ഒരു തരം ബീഡ്സാണ് ശരിക്കും. സ്ക്വയറായിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളൂ, ഒരു ഡിസൈനാണ്. ബീഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് സൈഡ് നമ്മളിങ്ങനെ വരയ്ക്കണം. രണ്ട് സൈഡ് നമ്മൾ ഓരോ ബീഡ്സായിട്ട് വരച്ചു. ഇനി നമുക്ക് ഇത് ഭംഗിയാക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലോട്ട് ലൈനും കൂടി വരയ്ക്കാം. ഇതേപോലെ തന്നെ ബ്രഷ് ലോഡ് ചെയ്യുക. നമ്മൾ കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ വരയ്ക്കാനായിട്ടാണ്. ഇതുപോലെ തന്നെ ഇപ്പുറത്തും വരയ്ക്കാം. ബ്രഷ് വയ്ക്കുക, കൈ ലോഡ് ചെയ്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ബ്രഷിൽ കളർ എടുത്തിട്ട്
വരയ്ക്കുക. അപ്പോൾ നമ്മളിത് ഒരു പുഷ്പമാല വരച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സർക്കിൾസ് വരച്ചു, അതിൻ്റെ സെൻറ്ററിൽ വരച്ചു. അതിനുശേഷം നമ്മൾ ഈ മറ്റേ ഇത് വരയ്ക്കാനായിട്ടുള്ള ബീഡ്സ് വരയ്ക്കാനുള്ള പില്ലേഴ്സ് വരച്ചു. രണ്ട് സൈഡിലെയും ബോർഡേഴ്സ് ഞാനിവിടെ വരച്ചിട്ടില്ല, ഞാൻ ഇതിലാണ് വരച്ച് ചേർത്തിട്ട് നമ്മളിതായിട്ട് ഒരു പുഷ്പമാല കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ പല പുഷ്പമാലകൾ, പല രീതികളിലുള്ള മാലകൾ നമുക്ക് വരയ്ക്കാം. ഇത് സാധാരണയായിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ മുകളിലൊരു ഡിസൈനായിട്ട് അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ കാണാം, അല്ലെങ്കിൽ ബോർഡറുകളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് പുഷ്പമാലകൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു പുഷ്പമാല വരയ്ക്കണമെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലുള്ളൊരു പുഷ്പമാല നമുക്ക് വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പുഷ്പമാല വരയ്ക്കുന്നത് എന്നുള്ളത്, ഒരു തരത്തിലുള്ള പുഷ്പമാല ഞാനിന്ന് കാണിച്ചു. നമുക്ക് പലതരത്തിലുള്ള പുഷ്പമാലകൾ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണം തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശനങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റുകളായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങൾ ഇടുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉത്തരവുമായിട്ട് വന്നിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.